വില്യം ഷേക്സ്പിയറിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമയാണ് ദ ടെംപെസ്റ്റ്. 1610 to 1611 കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് ലാസ്റ്റ് പ്ലേസ്. റൊമാൻസ് അല്ലെങ്കിൽ ട്രാജിക് കോമഡി അല്ലെ പാസ്റ്ററൽ ഫാന്റസി എന്ന ജോണർ. ഒരു റിമോട്ട് എൻചാന്റഡ് ഐലൻഡ് ആണ് സെറ്റിംഗ്. സമ്മറി നോക്കാം. ആക്ട് 1 ഒരു സ്റ്റോം ഉണ്ട്. ടെംപെസ്റ്റ് ആണ് സ്റ്റോം. ഇറ്റ് സ്ട്രൈക്സ് എ ഷിപ്പ്. ആ ഷിപ്പിൽ അലോൺസോ ഉണ്ടായിരുന്നു. അലോൺസോ ദ കിങ് ഓഫ് നേപ്പിൾസ്, അന്റോണിയോ, സെബാസ്റ്റ്യൻ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇവർ ഉണ്ടായിരുന്ന ഷിപ്പ് ഈ സ്റ്റോം സ്ട്രൈക്ക് ഡൗൺ ചെയ്യാണ്. ഈ സ്റ്റോം കോസ് ചെയ്യുന്ന പ്രോസ്പെറോ ആണ്, ദ റൈറ്റ്ഫുൾ ഡ്യൂക്ക് ഓഫ് മിലൻ, യൂസിങ് മാജിക്. പ്രോസ്പെറോ ഒരു എക്സൈൽ ലൈഫ് ജീവിക്കുകയാണ് ഓൺ ആൻ ഐലൻഡ് വിത്ത് ഹിസ് ഡോട്ടർ മിറാൻഡ, ദ സ്പിരിറ്റ് ഏരിയൽ ആൻഡ് എൻസ്ലേവ്ഡ് ക്രീച്ചർ കാലിബൻ. മിറാൻഡയോട് പ്രോസ്പെറോ റിവീൽ ചെയ്യാണ് ദാറ്റ് ഹിസ് ബ്രദർ അന്റോണിയോ അബ്സർവ്ഡ് ഹിസ് ഡ്യൂക്ഡം 12 years ago with അലോൺസോസ് ഹെൽപ്പ്. അതുകൊണ്ടാണ് ഈ ടെംപെസ്റ്റ് വെച്ചിട്ട് ഈ ഷിപ്പിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത്. ആക്ട് 2 ഈ ഷിപ്പ്‌വ്രെക്ക്ഡ് ലോഡ്സ് ഉണ്ട്. ആ സെപ്പറേറ്റഡ് ആൻഡ് ദേ വാണ്ടഡ് ദ ഐലൻഡ്. അപ്പോൾ സെബാസ്റ്റ്യൻ അന്റോണിയും അലോൺസോയെ കില്ല് ചെയ്യാനായിട്ട് പ്ലോട്ട് ചെയ്യാണ് ആൻഡ് സീസ് പവർ. ഇന്നത്തെ കോമിക് റിലീഫ് സ്റ്റെഫാനോയും ട്രൈങ്കുലോ ആണ്. ദ ഡ്രങ്കഡ് സെർവൻസ് ദേ മീറ്റ് കാലിബൻ ഹു മിസ്റ്റേക്സ് ദം ഫോർ ഗോഡ്സ്. അപ്പോൾ അതാണ് ഇന്നത്തെ കോമിക് റിലീഫ്. ആക്ട് 3 ഫെർഡിനാൻഡിന്റെ സൺ ഫെർഡിനാൻഡ് ഉണ്ട്, അലോൺസോയുടെ സൺ. ദേ ഫോൾ ഇൻ ലവ്. മിറാൻഡയും ഫെർഡിനാൻഡും ദേ ഫോൾ ഇൻ ലവ് ആൻഡ് പ്രോസ്പെറോ ടെസ്റ്റ് ഫെർഡിനാൻഡ്സ് വർത്ത്നെസ്. അപ്പോൾ കാലിബൻ സ്റ്റെഫാനോയ്ക്കും ട്രിനോക്കുലോയ്ക്കും എതിരെ കോൺസ്പയർ ചെയ്യാണ് ടു കിൽ കാലിബൻ സ്റ്റെഫാനോയും ട്രിനോക്കുലോയുടെ കൂടെ കോൺസ്പയർ ചെയ്യാണ് ടു കിൽ പ്രോസ്പെറോ ആൻഡ് ടേക്ക് ഓവർ ദ ഐലൻഡ്. ആക്ട് 4 പ്രോസ്പെറോ ഫെർഡിനാൻഡിനെയും മിറാൻഡയുടെയും യൂണിയൻ അപ്രൂവ് ചെയ്യാണ് ആൻഡ് മാജിക്കൽ മാസ്ക് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആണ് ബൈ ഗോഡസസ് സെലിബ്രേറ്റ്സ് ദ ലവ് ആൻഡ് എംഫസിസ് ചാസ്റ്റിറ്റി, ഹാർമണി ആൻഡ് മാരേജ്. അപ്പൊ കാലിബന്റെ പ്ലോട്ട് പ്രോസ്പെറോ കണ്ടുപിടിക്കുകയും കോൺസ്പിറേറ്റേഴ്സിനെ പണിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആക്ട് 5 പ്രോസ്പെറോ ഈ നോബൽസിനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഹി ഫോർഗിവ്സ് ദം, റിനൗൺസസ് മാജിക് ആൻഡ് റീക്ലെയിംസ് ഹിസ് ഡ്യൂക്ഡം. അപ്പം പ്രോസ്പെറോ 12 വർഷത്തിന് ശേഷം തന്റെ ഡ്യൂക്ഡമിന്റെ ഡ്യൂക്ക് ആവുകയാണ് ആൻഡ് ഏരിയൽ ഈസ് ഫ്രീഡ്. ഈ പ്ലേ എൻഡ് ചെയ്യുന്നത് വിത്ത് എ പ്രോമിസ് ടു റിട്ടേൺ ടു നേപ്പിൾസ് ആൻഡ് സെലിബ്രേറ്റ് മിറാൻഡാസ് മാരേജ് ടു ഫെർഡിനാൻഡ്. എപ്പിലോഗ് നോക്കാം. പ്രോസ്പെറോ ഈ ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്യാൻ ആൻഡ് asks the audience to approach to set him free. ക്യാരക്ടർ സ്കിറ്റ്സ് നോക്കാം. പ്രോസ്പെറോ സെൻട്രൽ ഫിഗർ ആണ്. മിലാന്റെ റൈറ്റ്ഫുൾ ഡ്യൂക്ക് ആണ്. പവർഫുൾ മജീഷ്യനും മിറാൻഡയുടെ ഫാദറും കൂടി ഇതാണ്. അപ്പം commands the island and its inhabitants but ultimately chooses forgiveness over revenge. അപ്പോൾ റിവെഞ്ച് ചെയ്യണം ആദ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ടെംപെസ്റ്റ് വിടുന്നത്. പക്ഷെ he ultimately forgives. ഒരു മെറ്റാതിയറ്റിക്കൽ ഫിഗർ ആണ്, റെപ്രസെന്റിങ് ഷേക്സ്പിയർസ് ഓൺ ക്രിയേറ്റീവ് പവർ. മിറാൻഡ പ്രോസ്പെറോയുടെ ഇന്നസെന്റ് കമ്പാഷനേറ്റ് ഡോട്ടർ ആണ്. ഫെർഡിനാൻഡുമായിട്ട് ലവിലാവുകയാണ്. എംബോഡീസ് പ്യൂരിറ്റി ആൻഡ് ഹോപ്പ് ഫോർ എ ഹാർമോണിയസ് ഫ്യൂച്ചർ. ഏരിയൽ ദ സ്പിരിറ്റ് ഓഫ് എയർ. പ്രോസ്പെറോയായിട്ട് ലോയൽ ആണ്, yearning for freedom. പ്രോസ്പെറോയുടെ മാജിക്കൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് ഏരിയൽ. ദ സിംബൽ ഓഫ് ക്രിയേറ്റിവിറ്റി, ഇന്റലക്ട് ആൻഡ് സോൾസ് ആസ്പിറേഷൻ ഫോർ ലിബറേഷൻ. കാലിബൻ നേറ്റീവ് ഓഫ് ദ ഐലൻഡ് ആണ്. ഒരു വിച്ച് സൈക്കോറാക്സിന്റെ മകനാണ് കാലിബൻ. സാവേജും സെൻസിറ്റീവും ആണ്. കൊളോണിയൽ സബ്ജക്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒപ്രസ്ഡ്, ഡെമണൈസ്ഡ് യെറ്റ് ഫുള്ളി ഹ്യൂമൻ. ഫെർഡിനാൻഡ് നേപ്പിൾസിന്റെ പ്രിൻസ് ആണ്. റൊമാൻറ്റിക് ആണ്, ലോയൽ ആണ്. പ്രോസ്പെറോയുടെ ടെസ്റ്റുകൾ പാസ് ചെയ്യുന്നുണ്ട് ആൻഡ് വിൻസ് മിറാൻഡാസ് ലവ്. അന്റോണിയോ ആൻഡ് സെബാസ്റ്റ്യൻ ട്രഷറസ് നോബൽസ് ആണ്. റെപ്രസെന്റ് കറക്റ്റ് അംബിഷൻ ആൻഡ് ബിട്രയൽ. സ്റ്റെഫാനോ ആൻഡ് ട്രിൻകുലോ ഡ്രങ്കൻ ക്ലൗൺസ് ആണ്. ഒരു കോമിക് റിലീഫ് ആണ് ആൻഡ് മോക്കറി ഓഫ് പവർ സ്ട്രഗിൾസ്. ഒരു ടിപ്പിക്കൽ ഷേക്സ്പിയറൻ ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫണ്ണി ക്യാരക്ടേഴ്സ് ആണ് സ്റ്റെഫാനോയും ട്രിൻകുലോയും. തീംസ് നോക്കാം. പവർ ആൻഡ് അതോറിറ്റി, പൊളിറ്റിക്കൽ അബ്സർവേഷൻ. അന്റോണിയോ വേഴ്സസ് പ്രോസ്പെറോ ആണ് ഇതിന്റെ. ഇവർ രണ്ടും ബ്രദേഴ്സ് ആയിരുന്നു. 12 years ago അന്റോണിയോ പ്രോസ്പെറോയുടെ ആ ഒരു കിങ്ഡം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചീറ്റിംഗ്. മാജിക്കൽ കൺട്രോൾ, ethical dilemma of how power should be wielded. അടുത്തത് കൊളോണിയലിസം ആൻഡ് അതർ ആണ്. കാലിബൻ സിംബലൈസ് ചെയ്യുന്ന കൊളോണിയലിസ്റ്റ് സബ്ജക്റ്റിനെയാണ്. യൂറോപ്യൻ കൊളോണൈസർ ആറ്റിറ്റ്യൂഡ്സിനെ
represent in the Prospero ആണ് claiming land, re-educating natives. ഏരിയയിൽ ഒരു spirit bound to servitude ആണ് offering a indifferent model of obedience. Forgiveness and reconciliation, the climax center ചെയ്യുന്ന on Prospero's renunciation of benefits. അപ്പോൾ revenge വിട്ടിട്ട് forgivenessലേക്ക് ചിന്തിക്കുകയാണ് Prospero. Justice is tempered by mercy, echoing Christian humanist ideals. Illusion versus reality. ഈ ഒരു island ഒരു space ആണ് where magic, dreams and masks blur reality. Mask, as I already mentioned, performance ആണ്. Shakespeare meditates on the illusory nature of theatre itself. Art, magic and creativity ആണ് അടുത്ത theme. Prospero ഒരു magician director ആണ് who mirrors Shakespeare as a playwright. അപ്പം ഈ പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത് പവർ ഓഫ് ഇമാജിനേഷൻ, ആർട്ട് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്.